ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചായക്ക് വെള്ളം വെക്കാം. പിന്നെ ഇന്ന് അടുക്കളയിൽ കയറിയപ്പോൾ ഒരു സമാധാനം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വെള്ളപ്പത്തിന് വെച്ചുകൊണ്ട് കടി ഇനി എന്താണെന്ന് ആലോചിക്കണ്ട. എന്നൊരു സമാധാനം തന്നെയാണ്. എനിക്കത് രാവിലെ എണീച്ചാൽ ചായ ആവും, പക്ഷെ എന്താ കടി ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് മാവ് പൊന്തിക്കണം നോക്കാം. നമ്മൾ മാവൊക്കെ ഉഷാറായി പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ചായക്ക് പൊടി ഇടാം. കട്ടൻ ചായയാണ് കേട്ടോ, പാലൊന്നുമില്ല. കട്ടൻ ചായയാണ് രാവിലെ കുടിക്കൽ. അങ്ങനെ ഇപ്പോൾ നമുക്ക് ചട്ടിനിക്ക് ആവശ്യമായ ഒരു സാധനങ്ങളാണ്. വെള്ളപ്പത്തിക്ക് ചട്ടിനിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ചട്ടി ചൂടായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ വയ്ക്കാം. അതിലേക്ക് ഒരു കഷ്ണം സവാള, ഒരു കഷ്ണം തക്കാളി, ഒരു 1-2 പച്ചമുളക്, ഒരു ചെറിയ വെളുത്തുള്ളി, കറിവേപ്പില, ഇതാണ് കേട്ടോ ആവശ്യം. പിന്നെ ഇത്തിരി തേങ്ങ, ഒരു പിടി തേങ്ങ. ഒരു വേറൊരു ടേസ്റ്റാണ് ഈ ചട്ടിനിക്ക്. നമ്മൾ തേങ്ങാ ചട്ടിനി അരിക്കൂലേ, ആ ഒരു ടേസ്റ്റ് അല്ല, പക്ഷെ വേറൊരു നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഇതിൽ ഇടട്ടോ, പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ മല്ലിയില ഇല്ല. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഇത്തിരി മുളകും പൊടി, ഇത്തിരി ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി, അത് 3 ചേർക്കാം. ആ 3 ചേർത്തിട്ട് നമുക്ക് നല്ല കുറച്ച് നേരം അതൊന്ന് ജസ്റ്റ് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ അറിയാം, അതിലേക്ക് ഇത്തിരി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട, ഇത്തിരി മതി. നമ്മളൊരു 1-2 ടീസ്പൂൺ തേങ്ങ, അത്ര മതി. ഇത് ഈ ചട്ടിനിക്ക് നമ്മൾ സാധാ ചട്ടിനിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, വെറൈറ്റി ഒരു ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇതിൻ്റെ റെസിപ്പി ഞങ്ങളുടെ അടുത്തുള്ളൊരു താത്ത നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരുന്നു. പക്ഷെ മല്ലിയില ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാട് നേരമൊന്നും അങ്ങനെ തേങ്ങ ചൂടാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റാൽ മതി. പിന്നെ അത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കറക്കാം. അപ്പോൾ ചട്ടീനൊക്കെ അവിടെ അരച്ച് പിന്നെ ഇങ്ങനെ ചട്ടീനെ ഒന്ന് വറവിടാം കേട്ടോ. കടുക് പൊട്ടിച്ച് കരിവേപ്പിൻ്റെ ഇട്ട് നമുക്ക് ചട്ടീന് വറവിടാം. അങ്ങനെ ചട്ടീനൊക്കെ വറവിട്ട് അങ്ങനെ ചട്ടീ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം. ചെറിയ കഴിഞ്ഞിട്ടൊരു സമാധാനമാണല്ലോ. അങ്ങനെ ഇപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വെള്ളപ്പത്തേക്ക് ഒന്നും ചേർക്കാറില്ല കേട്ടോ. പച്ചരി, അതുപോലെ ഒരു നുള്ളി തേങ്ങ, ഇത്തിരി ചോറ്, അത്ര മാത്രമേ ചേർക്കലുള്ളൂ, വേറെ ഒന്നും ചേർക്കലില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കെ നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളപ്പം റെഡിയായി. ഇനി നമുക്ക് ചായ കുടിക്കാം. അപ്പോൾ നല്ല ചൂട് ചായയും വെള്ളപ്പവും ചട്ടിയും